പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. വളരെ നാൾക്ക് ശേഷം വീണ്ടും നിങ്ങളോടൊപ്പം ആയിരിക്കാനും കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാനും കർത്താവ് ജീവിതത്തിലൊരുക്കിയ ഈ നല്ല സമയത്ത് ഓർത്ത് വീണ്ടും കർത്താവിനെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ക്രിസ്തയേശുവിൽ എല്ലാവർക്കും സ്നേഹവും വന്ദനവും ചൊല്ലുന്നു. ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുവാണ്. എൻ്റെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. എന്നോട് പലരും ചോദിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് വീഡിയോ ചെയ്യാത്തതെന്ന്. പല സാഹചര്യങ്ങളാൽ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല. എന്നാൽ ഇങ്ങനൊരു ദിനം കർത്താവ് ഒരുക്കിയതിനെ ഓർത്ത് കർത്താവ് നീയോടെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. നമ്മൾക്ക് പൊഴുകുവാനോ ഒന്നുമില്ലല്ലോ. നമ്മുടെ കർത്താവിൻ്റെ സമയം, കർത്താവിൻ്റെ ഹിതം പ്രകാരം എല്ലാ കാര്യങ്ങളും ചെയ്യുവാനുള്ള കൃപ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ എന്നും പറയുന്ന പോലെ എൻ്റെ വീഡിയോയിൽ ചെയ്യുമ്പോഴും ഒത്തിരി കുറവുകളുണ്ട്. നിങ്ങൾ പൂർണ്ണമായിട്ടും ക്ഷമിക്കണമേ. ഭാഷയുടെ പ്രോബ്ലംസ് ഉണ്ടാകും. അത് നിങ്ങൾ ദൈവനാമത്തിൽ ക്ഷമിക്കണമെന്ന് ഞാൻ വീണ്ടും ഓർപ്പിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വചനം നമ്മൾക്ക് അനുഗ്രഹമായി തീരുമെന്നുള്ള വിശ്വാസത്തോടെ പ്രത്യാശയോടെ നമുക്കായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നിത്യജീവമൊഴികൾ അങ്ങേലുണ്ട് പാരാനേ, നിത്യജീവമൊഴികൾ അങ്ങേലുണ്ട് പാരാനേ. അങ്ങേ വിട്ടിട്ടാണ് അങ്ങ് എങ്ങ് പോയി വസിക്കും, അങ്ങേ വിട്ടിട്ടാണ് അങ്ങ് എങ്ങ് പോയി വസിക്കും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. പാടിയതുപോലെ നമ്മുടെ കർത്താവല്ലാതെ നമ്മൾക്ക് ദിവ്യ സമ്പത്തായിട്ട് ഒന്നുമില്ല. ദൈവത്തിന് സ്തോത്രം. ആ കർത്താവിൻ്റെ പക്കല് ഉള്ള വചനം, നിത്യജീവമൊഴികള് നമ്മൾക്ക് ഓരോ ദിവസവും ജീവിക്കാനായിട്ട് കർത്താവ് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് നമുക്ക് കർത്താവിൻ്റെ വചനം, തിരുവചനം വായിക്കാം. 34 സങ്കീർത്തനത്തില് നമ്മൾ വായിക്കുന്നു, 37 സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു. 4-ാം വാക്യത്തിൽ വായിക്കുന്നു. Psalms 37 verse 4. സങ്കീർത്തനം 37 വാക്യം 4. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. യഹോവയിൽ തന്നെ, ദൈവത്തിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നമുക്ക് തരും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒരു നല്ല ദിനം ദൈവകൃപയാൽ നമുക്ക് ലഭിച്ചു. ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഹല്ലേലൂയ. സങ്കീർത്തനത്തിനെതിരെ അനേക വാഗ്ദത്തങ്ങളുണ്ട്. നാം എന്നും വായിക്കുന്നു, ധ്യാനിക്കുന്നു, ബലപ്പെടമാറുണ്ട്. സ്തോത്രം. കർത്താവിന്റെ വാഗ്ദത്തങ്ങൾ എപ്പോഴും ഉവ എന്നും നമുക്കറിയാമല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതിലൊന്നാമത്തെ ഒരു വചനമാണ് നമ്മളിന്ന് വായിച്ചത്. അതും വളരെ ശ്രേഷ്ഠകരമായൊരു വചനം. ഹല്ലേലൂയ. ഇത് കേൾക്കുമ്പോഴത്തെ നിങ്ങളോട് ഞാൻ പറയട്ടെ, ഒരു ദൈവീയ ദൂത് എനിക്ക് നിങ്ങളോട് അറിയിക്കാനുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ കഴിഞ്ഞ കാലങ്ങളിൽ കരയുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും വിഷമിക്കുകയും ചെയ്തതിന്റെ മറുപടി ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് ദൈവം തരും. ഹല്ലേലൂയ. സ്തോത്രം. ഈ വചനത്തോട് നിങ്ങളോട് ഞാൻ കൈമാറുകയാണ്. ഇതിന്മേൽ വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഓരോ ദിവസം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ദൈവനാമത്തെ ഉയർത്തി പറയുമ്പോൾ അത് എനിക്കും നിങ്ങൾക്കും ഒന്നുകൂടെ നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ഈ ലോകത്തായിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട്. സ്തോത്രം. എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട്. ഹല്ലേലൂയ. എന്നാലും വലിയ വലിയ ആഗ്രഹങ്ങൾ ഉണ്ടാകാറൊന്നുമില്ല, എന്നാലും ആഗ്രഹങ്ങൾ ഉണ്ടാകാറുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവികമായിട്ടും മാനുഷികമായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കൂടുതലും ദൈവികമായ ആഗ്രഹങ്ങൾക്കാണ് എന്നും പ്രാർത്ഥിക്കുന്നതും എന്നും ആഗ്രഹിക്കുന്നതും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ആദ്യമേ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെ നൽകപ്പെടുന്ന കർത്താവിന്റെ തിരുവചന പ്രകാരം നമ്മൾ ദൈവികമായ കാര്യങ്ങളിൽ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് ആവശ്യമായതെല്ലാം നമ്മുടെ കർത്താവ് നമുക്ക് തരും. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.
ദൈവരാജ്യത്തിന് വേണ്ടി പുറത്തു വരേണ്ട ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ദൈവരാജ്യ സംബന്ധമായിട്ട് മാനിക്കപ്പെടേണ്ടുന്ന ആഗ്രഹങ്ങളുമുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എന്നാൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ, ഒരു ദൈവഭക്തനാണെങ്കിൽ, ഒരു ദൈവഭക്തയാണെങ്കിൽ ഹല്ലേലൂയ, നമുക്ക് കിട്ടുന്ന എല്ലാത്തിനും ദൈവഹിതമാണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനൊന്നും കൂടെ പറയട്ടെ, ദൈവഹിതമില്ലാത്ത ഒരു കാര്യങ്ങളും നമ്മൾ ആഗ്രഹിക്കരുത്. ദൈവത്തിന് സ്തോത്രം. ഏത് കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോഴും കർത്താവിന്റെ ഹിതമാണോ, ഇത് കർത്താവിന്റെ രാജ്യത്തിന് മഹത്വപ്പെടുന്നതാണോ, കർത്താവിന്റെ ഹിതമാണോ എന്ന് നമ്മൾ ഒന്ന് ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവത്തിനും അങ്ങനെ ദൈവിക ബുദ്ധം നമുക്ക് കിട്ടുന്ന എല്ലാ ആഗ്രഹങ്ങളിലും ദൈവിക ബുദ്ധമുണ്ടോ എന്ന് നമ്മൾ ആദ്യമേ തന്നെ അറിയണം. ഹല്ലേലൂയ. അങ്ങനെ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം ധന്യമായി തീരുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് പ്രഭാതത്തിൽ നിങ്ങളോടുമായി പറയുകയാണ്, ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വയ്ക്കുന്ന നന്മകൾ, ഒരുക്കി തരുന്ന അനുഗ്രഹങ്ങൾ, ഇതെല്ലാം ലഭ്യമാകുമ്പോൾ ദൈവത്തിന്റെ ഹിതം തന്നെയാണോ എന്ന് ചിന്തിക്കണം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ വചനം ധ്യാനിച്ചപ്പോൾ എന്നോട് കർത്താൻ പരിശുദ്ധാത്മാവ് ഓർപ്പിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാണ്. സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ വചനങ്ങൾ കേൾക്കുമ്പോൾ എപ്പോഴും വചനത്തെ ഏറ്റെടുത്ത് അതാണ് നമ്മൾ ശോധന ചെയ്ത് അത് ക്രമീകരണം നമ്മൾ ചെയ്യണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. ഇവിടെ കർത്താവ് ആഗ്രഹങ്ങളെ നിറവേറ്റി തരണമെങ്കിൽ ലോകത്തിന്റെ വഴിയിലൊന്നും രസിക്കരുത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളുക എന്നാണ് കർത്താവിന്റെ തിരുവചനത്തിൽ നമ്മൾ വായിച്ചത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് ആനന്ദിക്കാനും രസിക്കാനും കഴിയുമെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ കർത്താവ് നൽകി തരും. ഹല്ലേലൂയ. എന്ന് വച്ചാല് തിരുവചനപ്രകാരം നമ്മൾ ജീവിച്ചാല്, കർത്താവിന്റെ പരിശുദ്ധാത്മാവിനെ അനുസരിച്ചാല്, കർത്താവിന് പൂർണ്ണ ആശ്രയം വെച്ചാല്, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ, ഒരു ഭക്തയുടെ ആഗ്രഹങ്ങളെ കർത്താവ് നമുക്ക് പൂർണ്ണമായിട്ടും നൽകി തരുമുള്ള പൂർണ്ണ വിശ്വാസം എനിക്കിന്ന് പ്രാഗൽഭ്യത്തോടെ നിങ്ങളോട് കൈമാറുവാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഭക്തൻ നമ്മുടെ സങ്കീർത്തനത്തില് 27-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ഒരു ഭക്തൻ ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണ്. അതിനകത്ത് ഭക്തൻ വായിക്കുന്നുണ്ട്, ഞാൻ യഹോവയുടെ ഒരു കാര്യം അപേക്ഷിച്ചു, അത് തന്നെ ഞാൻ ആഗ്രഹിക്കുന്നു. യഹോവയുടെ മനോഹരത്വം കാണുവാനും അവന്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആഷ്കാലമൊക്കെയും ഞാൻ യഹോവയിൽ പാർക്കേണ്ടതിന്. ആ ദിവസം ഞാൻ ഈ വചനം വായിച്ച് ധ്യാനിച്ചപ്പോൾ ഞാൻ എന്നും ഈ വചനം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ പറയാറുണ്ട് കർത്താവിനോട്, ചിലപ്പോൾ വിട്ടുപോകും. ഹല്ലേലൂയ. എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ഈ വചനം ധ്യാനിച്ചപ്പോൾ അതേ ദിവസം തന്നെ 3 ദൈവഭക്തന്മാരുടെ മെസ്സേജുകളിൽ ഇത് തന്നെ ഈ വചനം കേൾക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചനത്തെക്കുറിച്ച് അവര് ദൂത് തരുവാനിടയായി. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ ഞാൻ ഓർത്തു, കർത്താവേ, ഇതിൽ നിന്നൊരു മെസ്സേജ് എൻ്റെ പ്രേക്ഷകർക്ക് കൊടുക്കണമെന്ന് എനിക്ക് വളരെ താല്പര്യം തോന്നി. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യാണ്. ദൈവത്തിന് മഹത്വം. ഈ വചനം കേൾക്കുമ്പോൾ ദൈവമക്കൾ പ്രാർത്ഥിക്കണം, അങ്ങയുടെ മഹത്വം ഒന്ന് ദർശിക്കണം, ദർശിക്കാനും. ഹല്ലേലൂയ. ഭക്തന്മാരുടെ കൂടെ ഇരുന്ന് ദൈവനാമത്തിലുണ്ട് ഇന്നവരെ മാനിച്ചവരെ, ഉയർത്തിയവരെ, വഴികൾ തുറന്നു കൊടുത്ത ദൈവത്തിന്റെ മഹത്വം എത്ര വലിയതാണ്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ആ ഭക്തൻ പറയാണ്, മനോരകത്വം കാണുക മാത്രമല്ല ദൈവത്തിന്റെ ആലയത്തിൽ ആയുഷ്കാലം പാർക്കണമെന്ന്. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്നവർ എന്നെ തന്നെ ശോധന ചെയ്യുകയാണ്. എനിക്ക് എത്രത്തോളം ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ, ദൈവത്തിന്റെ മഹത്വം എന്നിലൂടെ വെളിപ്പെടുമെന്നും ദൈവത്തിന്റെ മനോഹരത്വം കാണണമെന്നും ദൈവത്തിന്റെ ആലയത്തിൽ പാർക്കണമെന്നുള്ള ഒരാഗ്രഹം എനിക്ക് നിങ്ങൾക്കുണ്ടോ? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നാം സമയം തക്കത്തിന് ഉപയോഗിച്ച് മറ്റുള്ള കാര്യങ്ങൾ കൊണ്ട് ചെലവഴിക്കുകയും ചില കാര്യങ്ങൾ കൊണ്ട് ദൈവസേനയിൽ കടന്നു വരികയും ചെയ്യുന്നവരാണോ ഞാനും നിങ്ങളും? ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ദൈവത്തെ ആരാധിക്കണമെന്നും ആലയത്തിൽ ധ്യാനിക്കണമെന്നും കർത്താവിന്റെ വചനത്തെ സ്വീകരിക്കണമെന്നുള്ള. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ രക്ഷയിലേക്ക് രക്ഷിക്കപ്പെട്ട നാളിലുള്ള ആ ഒരു ഉണർവും ആ ഒരു ആഗ്രഹങ്ങളൊന്നും ഈ നാളുകൾ എനിക്കില്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സാഹചര്യങ്ങളായിരിക്കാം, ജീവിതത്തിലെ പ്രതികൂല പ്രതിസന്ധികളായിരിക്കാം, പല കാരണങ്ങൾ കാണാം. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നാൽ ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കണമെന്നും ദൈവത്തിന്റെ ആലയത്തിൽ ധ്യാനിക്കണമെന്നും കർത്താവിനെ സ്വീകരിക്കണമെന്നുള്ളത്
ഇന്നത്തെ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്ത് നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ഈ വചനം വായിച്ചപ്പോൾ മൂന്ന് പ്രാവശ്യം ഓരോ ദൈവഭക്തന്മാർ ഈ വചനത്തിന്റെ ദൂത് ഞാൻ കേട്ടപ്പോൾ എന്നെ തന്നെ ഒന്നും കൂടെ താഴ്ത്തി ഏൽപ്പിക്കാനിടയായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ അത് ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവി കൂടെ തള്ളിക്കളയുന്നതായിട്ടല്ല. വചനം കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ക്രമീകരണം പ്രാപിക്കുന്നിടത്ത് നമ്മൾ പ്രാപിച്ചിരിക്കണം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പലപ്പോഴും ആഗ്രഹങ്ങൾ ലഭിക്കാത്തതിന്റെ പിന്നിലുള്ള കാര്യം ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. പലർക്കും പല പല അഭിപ്രായങ്ങളായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവഭക്തന്മാരോട് പറയട്ടെ, ദൈവമക്കളായ നമ്മൾക്ക് കർത്താവ് നമ്മളിൽ ആഗ്രഹം പലപ്പോഴും നമുക്ക് ലഭിക്കാതിരിക്കുന്നത് നമ്മളെ യഹോവയിൽ രസിക്കാതിരിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതിൽ ഞാനും ഉൾപ്പെടുന്നു. എൻ്റെ പല കാര്യങ്ങൾക്കും മറുപടി കിട്ടിയിട്ടില്ല. അത് എൻ്റെ ദൈവമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ കുറവായിരിക്കാം, എനിക്കറിയത്തില്ല. എന്നാലും രഹിതത്തിനായി ഞാൻ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനും നിങ്ങളും പല വർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്, പല ആഴ്ചകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്, പല മാസങ്ങളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. ഹല്ലേലൂയ. അതിലൊന്നും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ഞാനും നിങ്ങളുമായി തീർന്നിട്ടില്ല. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ സമയത്ത് ദൈവപ്രകാരമുള്ള എല്ലാ ആഗ്രഹങ്ങളും തന്റെ ഭക്തന്മാർക്ക് നൽകുവാൻ നമ്മുടെ കർത്താവ്, നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാനൊന്ന് പറയട്ടെ, ദൈവസന്നിധിയിലുള്ള ആനന്ദം പോലെ വേറൊരു ആനന്ദമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ലോകത്തിൽ നമ്മൾ നമ്മൾക്ക് എന്തെല്ലാം നേട്ടമുണ്ടായാലും, എത്ര സമ്പാദ്യമുണ്ടായാലും, നമുക്ക് രസിക്കാൻ കഴിയാത്ത ഈ ലോകത്തിന്റെ സാഹചര്യങ്ങളിലെല്ലാം അല്ല. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്കൊന്നിലും രസിക്കാൻ കഴിയാതെ വേണം യഹോവയിൽ തന്നെ രസിക്കേണ്ടതിന് ഇന്നത്തെ വചനത്തുമ്പിൽ താഴ്ത്തി ഏൽപ്പിച്ച് എനിക്ക് നിങ്ങൾക്കുമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മളിൽ കുറവുകളുണ്ട്. ഹല്ലേലൂയ. നമ്മൾക്ക് നമ്മുടെ കുറവുകളെ ക്രമീകരിച്ച് നമ്മുടെ കർത്താവ് നമ്മൾ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ കർത്താവ് നമ്മളുടെ മനസ്സലിയും. ദൈവത്തിന് നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഈ വചനം കേൾക്കുമ്പോൾ കർത്താവ് യഹോവയിൽ രസിച്ചുകൊള്ളുക എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളെ കർത്താവിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മൾ കർത്താവിലെ ഹൃദയം ഉണ്ടെങ്കിലും അത് പൂർണ്ണമായിട്ട് കർത്താവിലേക്ക് നമ്മളെ ഹൃദയങ്ങളെ കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഇന്നു മുതൽ ഈ വചനം കേൾക്കുമ്പോൾ മുതൽ ഒരു തീരുമാനമെടുക്ക്. എൻ്റെ ആശ, എൻ്റെ ആഗ്രഹം, എൻ്റെ പ്രത്യാശ അതൊന്നും മറ്റൊന്നുമല്ല, അത് കർത്താവിൽ രസിക്കുക എന്ന് തന്നെയാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്തെങ്കിൽ, ദൈവവും അന്വേഷിക്കുന്നുവെങ്കിൽ നിശ്ചയമായും എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എല്ലാം ദൈവം കരുതിയിരിക്കും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഒരു മനുഷ്യനെ കരുതുന്നതിനപ്പുറത്ത്, ഹല്ലേലൂയ, മാതാവോ പിതാവോ ഭർത്താവോ മക്കളോ കരുതുന്നതിനപ്പുറത്ത് ദൈവത്തിന് എനിക്ക് നിങ്ങൾക്കും വേണ്ടി കരുതുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് ഈ കേൾപ്പിക്കുന്ന വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ ഞങ്ങളെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ദൈവത്തിന് ഒരു തീരുമാനമെടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഹൃദയത്തിലെ ആഗ്രഹം പോലെ ആ ഭക്തൻ പറഞ്ഞതുപോലെ ഒന്ന് തന്നെ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മഹത്വം കാണുവാനും കർത്താവിന്റെ വചനം ധ്യാനിപ്പാനും ആയുഷ്കാലം കർത്താവിന്റെ ആലയത്തിൽ പാർക്കേണ്ടതിന് എന്നെ അനുഗ്രഹിച്ചാട്ടെ, എനിക്ക് അതിനുള്ള കൃപ തന്നാട്ടെ എന്നുള്ള ഒരു താഴ്മയോടെ, ഒരു മനസ്താപത്തോടെ ഇന്ന് വചനം കേൾക്കുമ്പോൾ നമ്മൾക്കായി തീരാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നമ്മുടെ ജീവിതത്തിൽ അഹങ്കാരമോ അതൊന്നും ദൈവത്തിന് പ്രസാദമുള്ളതല്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം പ്രസാദിക്കുന്നത് എപ്പോഴും എളിമയും വിനയവും ഉള്ള നിഷ്കളങ്കമായ ഹൃദയത്താണ് നമ്മുടെ കർത്താവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് തിരുവചനപ്പോൾ നമ്മൾ വായിച്ചതുപോലെ ഇന്ന് പറയട്ടെ, യഹോവയെ രസിച്ചുകൊള്ളുക, എന്നാൽ നിങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരുവാൻ വേണം. നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ്. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഒരിക്കലും നമ്മുടെ കർത്താവ് നമ്മളെ ഒറ്റയ്ക്ക് വിടുകയില്ല, നമ്മുടെ ആഗ്രഹങ്ങളെ തരാതിരിക്കുകയില്ല. എന്നാൽ നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. ഹല്ലേലൂയ. കർത്താവിൽ പൂർണ്ണമായിട്ട് രസിച്ചുകൊണ്ട്, ഹല്ലേലൂയ, കർത്താവിൽ പൂർണ്ണമായിട്ട് ആനന്ദിച്ചുകൊണ്ട്, കർത്താവിന്റെ വചനത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിച്ചുകൊണ്ട്, കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ കർത്താവ് തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം നമുക്ക് സാധിച്ചു തരും. ഹല്ലേലൂയ. സ്തോത്രം. എനിക്ക് നിങ്ങൾക്കും പറയുവാൻ കഴിയും, അനേക കാര്യങ്ങൾ നമുക്ക് ദൈവം തന്നിട്ടുണ്ട്. നമ്മൾ ആഗ്രഹിക്കാത്തത്, ചിന്തിക്കാത്തത് പല കാര്യങ്ങളും കർത്താവ് നമ്മൾക്ക് തന്നിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. നമ്മളെപ്പോഴും നമ്മൾ
കിട്ടാതിരിക്കുന്ന ആഗ്രഹങ്ങളെ ആയിരിക്കും നമ്മൾ പറഞ്ഞ് എപ്പോഴും പിറുപിറുത്തുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ കർത്താവ് ചെയ്തിട്ടുള്ള നിലയ്ക്കാത്തലും ചിന്തിക്കലും പരമായിട്ട് എത്രയോ കാര്യങ്ങൾ, കരുതലുകൾ നമ്മുടെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങൾ ഹൃദയത്തിൽ ഭാരപ്പെടുന്ന ആളുകളായി പ്രാർത്ഥിക്കുകയും കണ്ണുനീരൊഴുക്കുകയും ചെയ്യുന്ന വിഷയങ്ങളുടെ മേലെ കർത്താവിൻ്റെ സമയത്ത് കർത്താവ് നിങ്ങളുടെ ആഗ്രഹത്തെ മാനിച്ച്, തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ മാനിച്ച്, ആഗ്രഹത്തെ തരുമെന്നുള്ള വിശ്വാസത്തോടെ കർത്താവിൽ പൂർണ്ണമായിട്ട് രസിച്ചുകൊണ്ട്, കർത്താവിൽ ആനന്ദിച്ചുകൊണ്ട്, കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് എനിക്ക് നിങ്ങൾക്കുമായിരിക്കാം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞല്ലോ, ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ. ഹല്ലേലൂയ. ഈ സംഗീതത്തിൻ്റെ ഒരു ദൂതായിട്ട് എന്നെ കേൾക്കുന്നവരോട് പറയട്ടെ, ഹല്ലേലൂയ സ്തോത്രം. ഇത് കേൾക്കുമ്പോൾ തന്നെ കർത്താവെ കഴിഞ്ഞ കാലഘട്ടത്തിൽ കരയുകയും പ്രാർത്ഥിക്കുകയും നിലവിളിക്കുകയും വിഷമിക്കുകയും ചെയ്യുന്ന മറുപടി ഈ വചനത്തിലൂടെ ഹല്ലേലൂയ ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. എന്നാൽ ഒന്നുണ്ട്, ദൈവത്തിന് തന്നെ രസിച്ചിരിക്കുന്ന, നമ്മൾ ദൈവത്തിൽ തന്നെയാണ് രസിച്ചിരിക്കുന്നുള്ള എന്നൊരു ചിന്ത നമ്മൾ തന്നെ ചോദന ചെയ്ത് ക്രമീകരണം പ്രാപിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെയല്ലെങ്കിൽ കർത്താവിൽ അതിന് വചനത്തിന് മുമ്പിൽ താഴ്ത്തി ഏൽപ്പിച്ച് ക്രമീകരണം പ്രാപിച്ചാൽ കർത്താവ് തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹങ്ങളെ പൂർണ്ണമായിട്ടും സാധിച്ചു തരും. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. എന്നെ തന്നെ ഈ വചനത്തുമ്പിൽ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ഞാൻ കർത്താവിൽ തന്നെ കൂടുതൽ രസിക്കുവാൻ, കർത്താവിൽ തന്നെ ആനന്ദിക്കുവാൻ. ഹല്ലേലൂയ. മനുഷ്യരെ ആശ്രയിക്കാതെ, പ്രഭുക്കന്മാരെ ആശ്രയിക്കാതെ, എൻ്റെ കർത്താവിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് മുന്നോട്ടുള്ള ജീവിതത്തിനായിട്ട് എന്നെ തന്നെ ഈ വചനത്തുമ്പിൽ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് എപ്പോഴും എളിമയോടെ വിനയോടെ ഹല്ലേലൂയ എനിക്കെല്ലാം ഉണ്ടെന്നുള്ള ചിന്തകളെ മാറ്റി, എനിക്കൊന്നും ആവശ്യമുള്ള ചിന്തകളെ മാറ്റി ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ നമുക്കായി തീരാം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഈ വചനത്താൽ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ കേൾപ്പിച്ച വചനത്തെ നിങ്ങൾ ഏറ്റെടുത്ത് അതിൻ്റെ ക്രമീകരണം പ്രാപിച്ച് ഹല്ലേലൂയ കർത്താവ് ഹല്ലേലൂയ താമസിക്കുന്ന പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മുമ്പിൽ കർത്താവ് സമയത്ത് കർത്താവിൻ്റെ ഹൃദയപ്രകാരമുള്ള കർത്താവ് ആഗ്രഹങ്ങളെ കർത്താവ് തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസത്തോടെ എനിക്ക് നിങ്ങൾക്കുമായിരിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഈ വചനത്തെ നിങ്ങൾ ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കണ്ണുകളടക്കി അല്പസമയം പ്രാർത്ഥിക്കാം. കന്നസമയം നല്ല പിതാവേ, നിമിഷം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒരു സമയം കൂടി കർത്താങ്ങൾക്ക് ഒരുമിച്ച് ആയിരിക്കാനും കർത്താവിൻ്റെ വചനത്തെ അനുഭവ സമയത്തിനായി കർത്താവിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കർത്താവ് നിങ്ങൾ ധ്യാനിച്ച വചനത്തുമ്പിൽ കർത്താവെ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. അപ്പോൾ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കൽപ്പിച്ച് കർത്താവ് വചനത്തിൻ്റെ ക്രിമകൾ പ്രാപിച്ച് കർത്താവിൻ്റെ സമയത്തിന് വേണ്ടി താഴ്ന്നിരുന്ന കർത്താവ് ഹല്ലേലൂയ ക്ഷമയോടെ കാത്തിരുന്ന കർത്താവ് അങ്ങയുടെ പ്രകാരമുള്ള ആഗ്രഹങ്ങൾ തൻ്റെ ഭക്തന്മാർക്ക് നല്ല വിശ്വാസത്തോടെ പ്രത്യാശയോടെ ആയിരിക്കാൻ കൃപ തന്നാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യാണ്. ഞങ്ങളിൽ കുറവുകളുണ്ട്, അപ്പൻ കർത്താവ് പൂർണ്ണമായിട്ട് ക്ഷമിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവിൻ്റെ വചനം എൻ്റെ കർത്താവിൻ്റെ വീഡിയോ കാണുകയൊക്കെ ചെയ്യുന്ന എല്ലാവരും കർത്താവ് അനുഗ്രഹിക്കുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തർക്കും ദിവസമായി പരസ്യമായി പ്രാർത്ഥിക്കുന്ന കണ്ണുനീരൊഴുക്കുന്ന ജനകർത്താൻ ഞെരുക്കുന്ന വിഷയങ്ങളുടെ മേലെ എൻ്റെ കർത്താൻ ദൈവപ്രവൃത്തികൾ കാണുവാനും ദൈവനാമം മഹത്വപ്പെടുവാനും ദൈവീയ സാന്നിധ്യ സമാധാനം അനുഭവിപ്പാനും കർത്താവ് എവിടെയാക്കിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ അനേക മാതാപിതാ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നു. കർത്താവ് കുഞ്ഞുങ്ങളെ വിവാഹം നടക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. വരുമാന മാർഗത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന അനേകരുണ്ട് കർത്താവെ. സ്വന്തമായ ഒരു ഭവനത്തിന് വേണ്ടി കണ്ണുനീരൊഴുക്കുന്നവരുണ്ട് കർത്താവെ. കർത്താവിൻ്റെ വേളയിൽ ശുശ്രൂഷയിലായിരിക്കുന്നവരുണ്ട് കർത്താവെ. അതിന്മേലെ പ്രതികൂല പ്രശ്നം നടക്കുന്നവരായിരിക്കുന്നുണ്ടപ്പാ. കർത്താവയോടെ കർത്താവ് മനസ്സലിയണമേ. ആരും തളർന്ന് ക്ഷീണിച്ച് വിശ്വാസത്തിൽ പോകരുതപ്പാ. കൃപവേൽ കൃപ നിറഞ്ഞ കർത്താവിൽ നടത്തുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഭാരതത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഭാരത പരിപൂർണ്ണ സുവിശേഷത്തിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ. പക്ഷേ ഞങ്ങൾ നോർത്ത് ഇന്ത്യക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവെ നടക്കുന്ന കർത്താവെ ഹല്ലേലൂയ. കർത്താവെ പ്രതിസന്ധിയിൽ കടന്നു പോകുന്നവരെ കർത്താവ് സഹായിക്കണമേ, വിടിവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഹല്ലേലൂയ. കർത്താവെ അങ്ങ് അറിയുന്ന ആരും കർത്താവെ അങ്ങയുടെ മക്കളാരും കർത്താവെ കഷ്ടപ്പെട്ട് പോകാൻ കർത്താവിടെയാക്കരുത് പ്രാർത്ഥിക്കുന്നു. ധൈര്യപ്പെട്ടിരിക്കുക, പ്രത്യാശ വെച്ചുകൊണ്ട് കർത്താവിന്റെ തിരുവചന പ്രകാരം കർത്താവെ യഹോവയിൽ തന്നെ രസിക്കുവാനും യഹോവയിൽ തന്നെ ആനന്ദിക്കാനുള്ള കൃപ കർത്താവെ എന്നെ കേൾക്കുന്നവർക്കും എനിക്കും തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യാണ്. ഹല്ലേലൂയ. ഞങ്ങൾ ലോകമുടമലുള്ള കർത്താവെ സുവിശേഷ വേലക്കാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുമാറി ചൂട് നടപ്പിലും കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ അവരെ കരുതുമാറാണെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ നിറയ്ക്കണമേ. ഞങ്ങളുടെ ഭാരതത്തിനുവേണ്ടി കർത്താവ് പ്രാർത്ഥിപ്പാൻ ആലുഭാരത്തോടെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടും കർത്താവ് മധ്യഭാരത്തിലും മയക്കുമരുന്നായിരിക്കുന്നതിലുണ്ട് കർത്താവെ ഹല്ലേലൂയ. അവരുടെ അഡിക്ഷൻ കർത്താവ് വിടിവിക്കണമേ. ഞാൻ ലോകത്തിനെ വിളിച്ചുമാന്ന് പറഞ്ഞ കർത്താവ് അവരെങ്ങനെ ആകർഷിക്കപ്പെടുവാൻ എൻ്റെ കർത്താവ് ഇവിടെയാക്കിയാട്ടെന്ന് പ്രാർത്ഥിക്കുന്ന അപ്പാ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വേണ്ടി ഞങ്ങൾക്ക് ഒരുമിച്ച് വചനം ധ്യാനിപ്പാൻ അവസരങ്ങൾ ജീവിതത്തിൽ ഒരുക്കിയാട്ടെന്ന് ഞങ്ങളുടെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. സകല ബഹുമാനവും പുകഴ്ചയും ഞങ്ങളുടെ കർത്താവിന് തരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനയായ ചെങ്കട്ടതിനായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണുമ്പോൾ നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. എന്നോർത്ത് നിങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ.